ഹായ് ഓൾ. അപ്പോൾ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് പോളിടെക്നിക് ലെക്ചർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇതിനായുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഈ ഒരു എക്സാം നടന്നപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പം പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, നമ്മൾ എത്രത്തോളം പേര് ഇത് എക്സാം എഴുതും, കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഇപ്പോഴേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ ഇതിന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ AICTE സ്കെയിലാണ്. ഏജ് ലിമിറ്റ് അന്ന് 20 തൊട്ട് 39 വയസ്സ് വരെ ആയിരുന്നു. ഇപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നീട് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ്, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2024 കട്ട് ഓഫ് മാർക്ക് 36.67 ആയിരുന്നു. മാക്സിമം മാർക്ക് 59.33. ടോട്ടൽ അഡ്വൈസർ 92. 162 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന് 92 പേർക്ക് ടോട്ടൽ അഡ്വൈസസ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രീവിയസ് കോമ്പറ്റീഷൻ ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് 15,055 പേരാണ് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തത്. ആഫ്റ്റർ കൺഫർമേഷൻ അത് 8,161 മാറി. അതായത് 6,894 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാൾഡായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ 8,000-ലധികം പേരാണ് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുത്തത്. അപ്പം ഇത്തവണ അതിൽ കൂടുതൽ, ഈ 8,000 എന്നുള്ളത് ചിലപ്പോൾ 12,000 ആകാം, 10,000 ആകാം, നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും കോമ്പറ്റീഷൻ ലെവലിൽ കൂടത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ലെവലിൽ കൂടുതലായിരിക്കും. കൂടാതെ തന്നെ PSCയുടെ എക്സാം പാറ്റേണും കാര്യങ്ങളും ഒക്കെ ചേഞ്ചസ് ഉണ്ട്. കൂടാതെ എക്സാമിന്റെ നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിലുള്ള ഡ്യൂറേഷനും വളരെ ചെറുതാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 3 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 4 മാസത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ANS അക്കാഡമിയിൽ നമ്മൾ പോളി ലെക്ചറിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.